അപ്പം ഞാനിവിടെ ഒരു 100 ഗ്രാം ഉണക്ക ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വെള്ളരിക്ക കൂടി എടുത്തിട്ടുണ്ട്. മുഴുവൻ വെള്ളരിക്ക വേണ്ട, ഇതിൻ്റെ ഒരു പകുതി മതി. ആദ്യമേ തന്നെ ഈ ചെമ്മീൻ്റെ തലയും വാലും ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ നീക്കിയതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു പച്ച ചുവയ്ക്കും. അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. വളരെയധികം നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് ചെമ്മീൻ പച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ഇതുപോലുള്ള ഉണക്ക ചെമ്മീനൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതേമാതിരി കറി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് കൂട്ടാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെയൊക്കെ ചെമ്മീനും വെള്ളരിക്കയും അതുപോലുള്ള ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ഇത്രയും മതി, ഒരുപാട് ഡ്രൈ ആക്കണ്ട. നിങ്ങൾക്ക് കറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളരിക്ക കൂടുതലെടുക്കാം. അതുപോലെ തന്നെ ചെമ്മീനും നിങ്ങൾക്ക് കൂടുതലെടുക്കാം. ഇപ്പം ഞാനിവിടെ എനിക്ക് ഇത്രയും മതിയായതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു പകുതിയേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. ഇതും നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഇതേമാതിരി തിരുമ്മി കഴുകിയെടുത്താൽ മാത്രമേ എല്ലാം മണലെല്ലാം പോവുള്ളൂ കേട്ടോ. അരപ്പിനായിട്ട് അരമുറി തേങ്ങ ചിരവിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇതൊരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. മീൻ കൊണ്ടുള്ള എന്ത് വിഭവമാണേലും മൺചട്ടിയിലാണ് തയ്യാറാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. കഴുകിയ വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്തതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാലഞ്ച് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 2-3 പഴുത്ത മുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. പകുതി വെന്തതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു കാര്യം കൂടി ചേർക്കാൻ വിട്ടുപോയി. 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മൂടി വെച്ച് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം പുളിക്ക് പകരമായിട്ട്. ഇത് ഞാൻ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുള്ള ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി തിരുമ്മി വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ പുളി ചേർക്കുന്നില്ല, മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആ ഉപ്പ് മാങ്ങ എല്ലാം കൂടെ ഇട്ടത് കൊണ്ട് ഉപ്പുണ്ടാവും. അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉപ്പ് നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ടേ ഉപ്പിടുന്നുള്ളൂ എന്ന് പറഞ്ഞത്. വെള്ളരിക്കയും മാങ്ങയും ചെമ്മീനും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ. ഇതാണ് പാകം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് നേരം നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി വെള്ളരിക്കയും ഉണക്കച്ചെമ്മീനും വെച്ചിട്ടുള്ള കറി ഇവിടെ തയ്യാറായി. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കണം. ഞാനിവിടെ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചെറിയ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ചെറിയ ഉള്ളി നല്ല വട്ടത്തിൽ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കിക്കോളുക. അപ്പോൾ നന്നായി മൂത്ത് വരുന്ന സമയം തന്നെ പകുതി മൂപ്പാകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ പാകത്തിന് മൂത്ത് വരും.
ചൂടെല്ലാം ഒന്ന് നന്നായിട്ട് പോയതിന് ശേഷം ഒരു അര സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.